നമസ്തേ, ഞാൻ ഗീതാശ്. 2025 മകീര നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലമാണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മകീര നക്ഷത്രക്കാർ 2 കൂറിൽപ്പെട്ട നക്ഷത്രക്കാരാണ്. ഇടവക്കൂറിൽ ആദ്യ 30 നാഴികയും അവസാന 30 നാഴിക മിഥുനക്കൂറിൽപ്പെട്ടവരാണ്. ഇവരുടെ ദശാനാഥൻ ചൊവ്വയാണ്. ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കുറേ കാലം കൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലയളവായിരുന്നു. ഇപ്പോൾ മെയ് മാസം 14 വ്യാഴമാറ്റം ഇവർക്ക് വളരെ അനുകൂലമായൊരു ഫലമാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ മാർച്ച് 29 ശനിയുടെ മാറ്റവും ലാഭസ്ഥാനത്ത് വരുന്നത് കാരണം വളരെ ഗുണകരമായൊരു കാലം ഒരു വിചാരവശാൽ ഇപ്പോഴും അനുഭവിക്കാൻ യോഗമുണ്ട്. എന്നിരുന്നാലും രാഹുകേതുക്കളുടെ രാശിസ്ഥിതി അല്ലെങ്കിൽ രാശി മാറ്റം അത്ര നല്ലതായിട്ട് കാണുന്നില്ല. ഇടവക്കൂറുകാർക്ക് കുടുംബസ്വത്തിൻ്റെ കാര്യത്തിൽ ഒരു തടസ്സമായിട്ട് കിടക്കുന്ന കുടുംബസ്വത്തൊക്കെ കയ്യിൽ വന്ന് ചേരാനുള്ളൊരു യോഗം കൂടിയുള്ളൊരു കാലമാണ്. അതുപോലെ വിൽക്കാതെ കിടക്കുന്ന വസ്തുവൊക്കെ വിറ്റ് കിട്ടാനുള്ളൊരു കാലം കൂടിയാണ്. അത് നല്ല വിലയൊക്കെ ലഭിക്കും. അതുപോലെ പരീക്ഷാ വിജയം, ജോലി കിട്ടാതിരിക്കുന്ന കുട്ടികൾക്ക് നല്ല ജോലി കിട്ടാനും, അതുപോലെ സൂര്യചന്ദ്രന്മാർ ഈ ഗ്രഹങ്ങൾ ജാതകത്തിൽ അനുകൂലമായ സ്ഥിതി ഉള്ളത് കാരണം നല്ല ജോലി തന്നെ ലഭിക്കുന്നതായിരിക്കും. വിവാഹം നടക്കാതെ ഇരിക്കുന്ന കുട്ടികളുടെ വിവാഹം നടക്കും. ലോട്ടറി ഭാഗ്യം, സർക്കാർ ആനുകൂല്യം, അതുപോലെ സ്ഥാനമാനം കിട്ടാനുള്ള യോഗം, നല്ല വാഹനങ്ങൾ വാങ്ങാനും യോഗമുണ്ട്. ഇവർക്ക് കൂടുതൽ നല്ല ഗുണങ്ങൾ ലഭിക്കാനുള്ള ഒരു കാലഘട്ടമാണ് ചാരവശാല ഇപ്പോഴുള്ള സമയം. പണം മുടക്കിയുള്ള സംരംഭങ്ങൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. മിഥുനക്കൂറുകാരുടെ ചാരവശാലുള്ള ഫലം പറയുകയാണെങ്കിൽ അത്ര നല്ല ഫലമല്ല ഈ വർഷമുള്ളത്. ജോലി ലഭിക്കുമെങ്കിലും സ്ഥിരമായി ഒരു ജോലി ലഭിക്കാൻ സാധ്യതയില്ല. മാർച്ച് 29 ശനി കണ്ടസ്ഥാനത്തേക്ക് മാറുന്നതാണ്. അതുകൊണ്ട് അത്ര നല്ല ഫലം കിട്ടാൻ സാധ്യത ഇല്ല. മെയ് 14 വ്യാഴം ജന്മത്തിൽ വരുന്നു. അതും അത്ര നല്ല ഫലം കിട്ടാനുള്ള സാധ്യതയില്ല. ചൊവ്വ വക്രത്തിൽ നിന്നും അതും ജന്മത്തിലേക്ക് വരുന്നത് ചില വിഷമതകൾക്ക് കാരണമാകും. കുറ്റപ്പെടുത്തുകൾ കേൾക്കാൻ യോഗം കാണുന്നുണ്ട്. ഭൂമി വിൽക്കാൻ പറ്റുന്നുവെങ്കിലും വിചാരിക്കുന്ന തരത്തിലുള്ള ഉദ്ദേശിക്കുന്ന വില ലഭിക്കാൻ സാധ്യതയില്ല. വ്യാഴം ജന്മത്തിൽ വരുന്നത് കൊണ്ട് ചില രോഗങ്ങൾ അലട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പണമിടപാടുകൾ വളരെ ശ്രദ്ധയോടുകൂടി നടത്തുക. വഞ്ചിതരാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മകര നക്ഷത്രക്കാരുടെ ദശാനാഥൻ ചൊവ്വയാണ്. അപ്പോൾ ഇപ്പം ജനിക്കുന്ന കുട്ടികൾ 2 കൂറിൽപ്പെട്ട കുട്ടികളാണ്. 2 കൂറിൽപ്പെട്ട മകര നക്ഷത്രക്കാരാണുള്ളത്. അതിൽ ഇടവക്കൂറിലാണ് ഒരു കുട്ടി ജനിക്കുന്നതെങ്കിൽ ആ കുട്ടിയുടെ ജനനം കൊണ്ട് വളരെ നല്ലൊരു ഗ്രഹസ്ഥിതി ഉണ്ടാകാനും നല്ല യോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സമയമാണിപ്പോൾ. എന്നാൽ മിഥുനക്കൂറിലാണ് ഈ കുട്ടി ജനിക്കുന്നതെങ്കിൽ അന്ത്യപകുതി മിഥുനക്കൂറിലാണെങ്കിൽ ആ കുട്ടിയുടെ കണ്ടകശനിയും ജന്മവ്യാഴവും ജന്മത്തിൽ ചൊവ്വയൊക്കെ ഉള്ളൊരു ഗ്രഹസ്ഥിതിയായിരിക്കും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ദോഷഫലങ്ങളും ബാലാരിഷ്ടങ്ങളൊക്കെ ആ കുട്ടികൾക്കുണ്ടാകാൻ യോഗമുണ്ട്. എന്നിരുന്നാലും 22 വയസ്സ് വരെ ഈ കുട്ടിക്ക് അപ്പോൾ ചൊവ്വ 7 വർഷം വരെയാണുള്ളത്. ദശാനാഥനായതുകൊണ്ട് 7 വർഷം ഉണ്ട്. അത് ജനനശിഷ്ടം ആ ജനിക്കുന്ന സമയം അനുസരിച്ചാണ് കണക്ക് കൂട്ടേണ്ടത്. അതേസമയം അത് കഴിഞ്ഞതിന് ശേഷം ഒരു 22 വയസ്സ് വരെ ഏകദേശം 18 വർഷം രാഹുർ ദശാകാലമാണ്. ഈ രാഹുർ ദശാകാലം അത്ര നല്ലതാകാനുള്ളൊരു യോഗം കാണുന്നില്ല. വളരെ ദുരിതപൂർണമായിട്ടുള്ളൊരു കാലയളവായിരിക്കും. രാഹുവിൻ്റെ എത്ര നല്ല സ്ഥിതിയാണെങ്കിൽ പോലും ഗുണങ്ങളും ദോഷങ്ങളും സമ്മിശ്രമായിരിക്കും. മനോദുഃഖവും ഭയവും എല്ലാത്തിനും തടസ്സവും അങ്ങനെയൊക്കെയുള്ള വിഷമതകൾ കൂടുതൽ അനുഭവിക്കാൻ പൊതുവെ ഈ കുട്ടികൾക്ക് യോഗമുണ്ട്. അത് ഇടവക്കൂറുകാരായിരുന്നാലും മിഥുനക്കൂറുകാരായിരുന്നാലും രാഹുവിൻ്റെ ദശാപകാര കാലമാണ് ഞാനീ പറഞ്ഞത്. എന്നാൽ ഇടവക്കൂറുകാർക്ക് മെയ് 14 മാർച്ച് 29 നല്ലൊരു കാലഘട്ടമായിരിക്കും.
അപ്പോൾ രാഹുവിൻ്റെ ദോഷം ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഈ ഒരു വർഷം കുറേയൊക്കെ ഗുണഫലങ്ങൾ ഉണ്ടാകും. എന്നാൽ മിഥുനക്കൂറുകാരെ അപേക്ഷിച്ച് വളരെ ദുരിതപൂർണമായിട്ടുള്ളൊരു കാലയളവായിരിക്കും ഈ കാലയളവ്. ഓപ്പറേഷന്, രോഗാദി ദുരിതങ്ങൾ, അപകടങ്ങൾ, വളരെ ദുരിതകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ചതിവിലും വഞ്ചനയിലും ഒക്കെ ചെന്ന് പെടാനും ഭയവും അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ളൊരു യോഗമുണ്ട്. അതുകൊണ്ട് ഈ ഈ കാലഘട്ടങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ 22.5 വയസ്സ് വരെയുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. 22.5 വയസ്സ് മുതൽ 38.5 വയസ്സ് വരെയുള്ള ഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഇവർക്കിപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴത്തെ ദശ എന്ന് പറയുന്നത് വ്യാഴദശയാണ്. വ്യാഴദശ 16 വർഷമാണ്. വളരെ നല്ലൊരു അനുകൂലമായ ഒരു കാലയളവാണ് ഇവർക്ക് ഉള്ളത്. അപ്പം ഗോചരഫലത്താലുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ പോലും വ്യാഴത്തിൻ്റെ ആനുകൂല്യം വളരെ കൂടുതൽ ലഭ്യമായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് ഇവർ. വളരെ സൗഭാഗ്യകരമായിട്ടുള്ളൊരു ജീവിതവും സന്താന സൗഭാഗ്യവും ഭാഗ്യാനുഭവങ്ങളും വാഹനങ്ങൾ, അതുപോലെ തന്നെ വളരെ സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിക്കുന്ന വ്യക്തികളാണ് ഈ 22.5 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ള വ്യക്തികൾ. എന്നിരുന്നാലും ഇടവക്കൂറുകാർക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ കുറച്ച് വിഷമതകൾ, തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേതായാലും ഈ മാർച്ച് മാസം 29 ലാഭസ്ഥാനത്ത് ശനിയുടെ സ്ഥിതിയും അതുപോലെ തന്നെ 2ാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ മെയ് 14 മാറ്റം കൂടെ വരുന്നത് കാരണം ഒരുപാട് ഗുണാനുഭവങ്ങൾക്ക് ഉണ്ടാകാനുള്ള യോഗം ഉണ്ടാകുന്നു. ലോട്ടറി ഭാഗ്യവും അതുപോലെ തന്നെ നല്ല വാഹനങ്ങളും വസ്തു വീട് സൗഭാഗ്യങ്ങൾ കുടുംബമായിട്ട് സന്തോഷകരമായിട്ട് ജീവിതമൊക്കെ ഇവർക്ക് ഉണ്ടാകാനുള്ള യോഗമുണ്ട്. എന്നാൽ മിഥുനക്കൂറായിട്ട് വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഉള്ളതുകൊണ്ട് ദോഷഫലങ്ങളുടെ ആധിക്യം കുറവാണ്. എന്നിരുന്നാലും ചാരവശാൽ ഇവരുടെ ഫലം അത്ര നല്ലതല്ല. രോഗാദി ദുരിതങ്ങളും കഷ്ടതകളും വഞ്ചനയിൽപ്പെടാനുള്ള യോഗവും അതുപോലുള്ള കണ്ടക ശനിയും അതുപോലെ ജന്മവ്യാഴവും ജന്മത്തിലെ ചൊവ്വയുടെ സ്ഥിതിയും ഇതൊക്കെ രാഹുകേതുക്കളുടെ സ്ഥിതികളും എല്ലാം കൂടെ ആകുമ്പോൾ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഇടവക്കൂറുകാർക്ക് ഉണ്ടാകാനുള്ളൊരു കാലം കൂടിയാണ് 2025 വർഷഫലം. 38 വയസ്സ് മുതൽ 57 വയസ്സ് വരെ ഉള്ളവരുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഇവർക്ക് പൊതുവെ ശനിദശാകാലമാണ്. ശനി 19 വർഷക്കാലമാണുള്ളത്. ഇതത്ര നല്ല കാലമല്ല. വളരെ ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്ന ഒരു കാലയളവാണ്. ചാരവശാലുള്ള ഫലങ്ങൾ ഗുണപ്രദമാണെങ്കിൽ പോലും ഈ ശനിയുടെ അപഹാരകാലത്തിൻ്റെ കാഠിന്യം കാരണം ഇതൊക്കെ തന്നെ ഇവർക്ക് അനുഭവയോഗ്യമാകാതെ തടസ്സങ്ങളും വിഷമതകളും ഒക്കെ ഉണ്ടാകാനൊക്കെ ഉള്ളവരുടെയാണ് കാണുന്നത്. ശനിദശ മകയിര നക്ഷത്രക്കാർക്ക് പൊതുവെ തന്നെ വളരെ ദോഷകരമായിട്ടാണ് കാണുന്നത്. എന്നാൽ 2025 ഇടവക്കൂറുകാർക്ക് നല്ലൊരു കാലമാണ്. മെയ് മാസം 14 മാർച്ച് 29 ഇവർക്ക് നല്ലൊരു അനുകൂലമായ ചാരവശാലുള്ള ഫലങ്ങൾ കിട്ടാൻ യോഗമുണ്ട്. അതുപോലെ തന്നെ രോഗാദി ദുരിതങ്ങളും കഷ്ടതകളും കേസ്, കോടതി, ജയിൽവാസം എന്നിങ്ങനെയൊക്കെയുള്ള വളരെ ഈ ശനിയുടെ തുടക്കത്തിലൊക്കെ ഒരുപാട് കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തികളായിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ അവസാന ഘട്ടത്തിലേക്കൊക്കെ കുറച്ചൊക്കെ ഒരു മാറ്റങ്ങൾ വരുമെന്നുള്ളതേ ഉള്ളൂ. എന്നാലും ദുരിതങ്ങളുടെ വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരു കാലയളവാണ് ഈ 38 വയസ്സ് മുതൽ 57 വയസ്സ് വരെയുള്ള മകയിര നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങൾ പറയുന്നത്. ഇപ്പോഴത്തെ ചാരവശാലുള്ള ഫലമാണ് ഞാൻ ഇടവക്കൂറുകാർക്ക് ഇപ്പോൾ ഇച്ചിരി ഒരു ആശ്വാസവും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. കുറേ വസ്തുക്കൾ വിൽക്കാതെ കിടക്കുന്ന വസ്തുക്കൾ വിൽക്കാനും അതിൽ നിന്ന് കുറേ കടബാധ്യതകളൊക്കെ വീട്ടാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടാകും. ജോലി കിട്ടാത്തവർക്കൊക്കെ ജോലി കിട്ടുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെയുള്ളൊരു കാലങ്ങളാണ് പറയുന്നത്. എന്നാൽ മിഥുനക്കൂറുകാരെ അപേക്ഷിച്ച് വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരു അവസ്ഥയും കൂടെ വരികയാണ്. അവർക്ക് രോഗാദി ദുരിതങ്ങളൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ അതിൽപ്പെട്ട് വളരെയധികം കഷ്ടത അനുഭവിക്കാനും, കാരണം ജന്മത്തിലേക്ക് വ്യാഴം വരുന്നു,
കണ്ടകശനിയാണ്. അതുപോലെ ചൊവ്വയും ജന്മത്തിൽ വക്രത്തിൽ വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ വളരെ മോശമായ ഒരവസ്ഥയിലേക്ക് വരെ എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാലയളവിൽ നിങ്ങളുടെ ഗ്രഹപ്പഴ ശാന്തി വരുത്തി കൂടുതൽ ഭക്തിയോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും കഴിഞ്ഞു പോകേണ്ട ഒരു കാലങ്ങളാണ് ഉള്ളത്. 57 വയസ്സ് മുതൽ 74 വയസ്സ് വരെയുള്ളവരുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഇവർക്ക് ബുധദശാകാലമാണ്. ബുധൻ 17 വർഷമാണുള്ളത്. ഇത് ഗുണദോഷ സമ്മിശ്രമായൊരു കാലഘട്ടമാണ്. സാമാന്യം നല്ല ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇവർ. എന്നാൽ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കാലയളവാണ്. പിന്നെ ശനി 11-ലും വ്യാഴം 2-ാം ഭാവത്തിലേക്കും മെയ് മാസം വ്യാഴം മാറുന്നു. മാർച്ച് 29 ശനിയും ഇവിടെ അനുകൂലമായുള്ള സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ധനം വന്ന് കയറാനും സ്ഥാനമാന ലബ്ധിക്കും സന്തോഷം, അതുപോലെ തന്നെ സമാധാനം, ഐശ്വര്യം, സമ്പൽ സമൃദ്ധി ഇതെല്ലാം ഉണ്ടാകാനുള്ളൊരു കാലഘട്ടമൊക്കെയാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് മെയ് മാസം 14 ചാരവശാലുള്ള ഫലം കൂടെ ഇവർക്ക് അനുകൂലമാകുന്നുണ്ട്. എന്നാൽ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ദശാനാഥനായ ബുധൻ്റെ ദശയാണെങ്കിലും അത് കുഴപ്പമില്ലെങ്കിൽ പോലും ചാരവശാലുള്ള ഫലം അത്ര അനുകൂലമല്ല. പ്രായമായ ഒരു കാലമായതുകൊണ്ട് നിങ്ങൾ ചെറിയ രോഗങ്ങളാണെങ്കിൽ പോലും അത് നല്ല ഒരു പ്രാധാന്യം കൊടുക്കണം. നല്ല ട്രീറ്റ്മെൻറ്റിനൊക്കെ ചെന്ന് പെടണം. കാരണം രോഗാതി ദുരിതങ്ങൾ കഷ്ടപ്പെടുത്താനും അത് ഇച്ചിരി ബുദ്ധിമുട്ടിലേക്ക് വന്നു പെടാനും ഒക്കെ ഉള്ളൊരു കാലയളവ് കൂടിയാണ് മിഥുന കൂറുകാരുടെ ഇപ്പോഴത്തെ ചാരവശാലുള്ള ഫലം പറയുന്നത്. അവർക്ക് വളരെ ദുരിതപൂർണമായ ഒരു കാലമാണ്. അതുപോലെ ചതുവിലൊക്കെ ചെന്നുപെടാൻ പൈസ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഫലങ്ങളാണ് ഞാൻ ചാരവശാലുള്ള ഫലങ്ങളും ദശാപകാര ഫലങ്ങളും നിങ്ങൾക്ക് ഓരോ പ്രായത്തിൽപ്പെട്ടവരുടെയും പ്രത്യേകമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഈ വീഡിയോ പൂർണ്ണമായിട്ടും കേട്ട് മനസ്സിലാക്കി അതിന് വേണ്ടുന്ന രീതിയിലുള്ള ദോഷഫലങ്ങളാണെങ്കിൽ അതിന് വേണ്ടുന്ന രീതിയിലുള്ള പരിഹാര കർമ്മങ്ങളും, ഗുണഫലങ്ങളാണെങ്കിൽ അത് ഏറ്റവും നല്ല ഗുണപരമായിട്ടുള്ള രീതിയിൽ ഇതൊക്കെ കിട്ടുമെന്നുള്ള ഒരു അനുഗ്രഹ പ്രാർത്ഥനയും അത് കിട്ടണമേ എന്നുള്ള പ്രാർത്ഥനയിൽ മുന്നോട്ട് പോവുക. ഓക്കെ.